നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെറ്റ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന എല്ലാ പരീക്ഷകൾക്കും VFA, CPO, അതുപോലെ തന്നെ LDC തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ഓരോ കറണ്ട് അഫെയർ ചോദ്യങ്ങളും ഏതാണ് ടോപ്പിക്ക് എന്ന് കൂടി നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം ആ ടോപ്പിക്കിൽ നിന്നാവും ചോദ്യങ്ങൾ വരാൻ സാധ്യത. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വന്ന് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ നിങ്ങൾ ഓരോന്നും അത്ര ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക. നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴമലയ്ക്കലാണ്. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴമലയ്ക്കലാണ്, തിരുവനന്തപുരത്തെ ഉഴമലയ്ക്കൽ. ഈ സ്വരാജ് ട്രോഫി ഒരു സമയത്ത് PSCയുടെ ഒരു ട്രെൻഡിങ് ചോദ്യമായിരുന്നു. ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകളിലൊന്നും അങ്ങനെ കണ്ടു വരുന്നില്ലെങ്കിൽ പോലും അത് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് നോക്കി വെച്ചോളാം. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി സംസ്ഥാന തലത്തിൽ മികച്ച നഗരസഭയായി മാറിയത് ഗുരുവായൂരാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാന തലത്തിൽ മികച്ച നഗരസഭയായി മാറിയത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നഗരസഭയാണ്. ഗാസയുടെ സുസ്ഥിര സമാധാനം ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബോർഡ് ഓഫ് പീസിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നത് എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആണ്. വാഷിങ്ടൺ DC-യിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിൽ. 2026-ലെ ഇന്ത്യ ഇമ്പാക്റ്റ് AI ഉച്ചകോടിക്ക് വേദിയായത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് 2026-ലെ ഇന്ത്യ ഇമ്പാക്റ്റ് AI ഉച്ചകോടിക്ക് വേദിയായത്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം പെരുമ്പളമാണ്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം പെരുമ്പളം. അടുത്ത ചോദ്യം, ദുർഘട മേഖലയിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനായി സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടി പർപ്പസ് സെൻറ്റർ ആരംഭിച്ചത് എവിടെയാണ്? വാളംതോട് ട്രൈബൽ ഹബ്ബാണ്, മലപ്പുറത്തെ വാളംതോട് ട്രൈബൽ ഹബ്ബ്. 2026-ലെ ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം ജേതാവ്. 2026-ലെ ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ്. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ പുതിയ മദ്യ ബ്രാൻഡ് മിന്നൽ മാജിക്കാണ്. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ പുതിയ മദ്യ ബ്രാൻഡ് മിന്നൽ മാജിക്കാണ്. മലബാർ മാജിക് എന്നായിരുന്നു ആദ്യം പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, പിന്നെ അത് മാറ്റി മിന്നൽ മാജിക് ആയിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ബീഹാറാണ്. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ബീഹാർ. 2027-ലെ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജനീവയാണ്. 2026-ൽ വേദിയായത് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയാണ്. 2027-ലെ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യൻ താരമാണ് ഹർമൻപ്രീത് കൗർ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗറാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇപ്പോൾ സ്വരാജ് ട്രോഫി എന്ന ഭാഗത്തു നിന്നുള്ള മറ്റ് ചോദ്യങ്ങളൂടി നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ ടെന്നീസിലെ ചോദ്യം നമ്മൾ പറഞ്ഞു, ഖത്തർ ഓപ്പൺ ടെന്നീസാണ് നമ്മൾ പറഞ്ഞത്. മറ്റ് ടെന്നീസ് കിരീടങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി വയ്ക്കുക. അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചോദ്യം മാത്രം നിങ്ങൾ പഠിച്ച് പോവരുത്. നമ്മൾ ഓരോ ടോപ്പിക്കുകളും പ്രത്യേകം പഠിക്കുക. കറണ്ട് അഫെയർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കോളം ചോദ്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു സമയം നിശ്ചിതമായിട്ട് നമ്മൾ കറണ്ട് അഫെയറിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പേപ്പർ നോക്കിയിട്ടാണോ എങ്കിൽ കൃത്യമായി പേപ്പർ വായിച്ചാൽ തന്നെ കറണ്ട് അഫെയറിലെ ചോദ്യങ്ങളൊക്കെ കിട്ടും. കൂടുതൽ നന്നായിട്ടുണ്ടാവുക മാസം നമ്മുടെ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.